friends, welcome back to English Ladder. അപ്പോൾ നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്ന കുറച്ച് ഇംഗ്ലീഷ് എക്സ്പ്രഷൻസ് ആണ്. അപ്പോൾ ഈ ഇംഗ്ലീഷ് എക്സ്പ്രഷൻസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ലൈഫിൽ കാഷ്വലായിട്ട് യൂസ് ചെയ്യുന്ന എക്സ്പ്രഷൻസ് തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഒരു ലെവൽ കൂടി ഒരു അഡ്വാൻസ്ഡ് ഫോമിൽ കുറച്ച് പുതിയ എക്സ്പ്രഷൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. പുതിയ എക്സ്പ്രഷൻസ് ഒന്നും അല്ല, ഓൾറെഡി യൂസ് ചെയ്യുന്നത് തന്നെയാണ്. എന്നാൽ നിങ്ങൾക്ക് പരിചയമില്ല എന്നാണെങ്കിൽ നമ്മൾ കാഷ്വലായിട്ട് യൂസ് ചെയ്യുന്ന ഈ എക്സ്പ്രഷൻസിൻ്റെ അഡ്വാൻസ്ഡ് ഫോം ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇൻ എ നട്ട്ഷെൽ എന്നാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കണ്ടാവും അതിൻ്റെ മീനിങ് എന്താണെന്ന് അല്ലേ. ഇൻ എ നട്ട്ഷെൽ, ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാറുള്ളതാണല്ലേ മലയാളത്തിലാണെങ്കിലും. അപ്പോൾ കാഷ്വലായിട്ട് നിങ്ങൾ ഇതിന് എന്തായിരിക്കും ശരിക്കും യൂസ് ചെയ്യുക? ചുരുക്കി പറഞ്ഞാൽ എന്ന് പറയാനായിട്ട് എക്സ്പ്ലെയിൻ ഇൻ എ ഫ്യൂ വേർഡ്സ് അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ അതിന് പകരം നമുക്ക് വളരെ നീറ്റായിട്ടും കാഷ്വലായിട്ടും സ്റ്റൈലായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു എക്സ്പ്രഷനാണിത്, ഇൻ എ നട്ട്ഷെൽ. അപ്പോൾ നെക്സ്റ്റ് ടൈം ഇൻ എക്സ്പ്ലെയിൻ ഇൻ എ ഫ്യൂ വേർഡ്സ് അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ എന്നൊക്കെ പറയുന്നതിന് പകരം ഇൻ എ നട്ട്ഷെൽ എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ സെക്കൻഡ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഗിവ് മി എ ബ്രേക്ക്. ഓക്കെ, ഗിവ് മി എ ബ്രേക്ക്. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താ? എനിക്കൊരു ബ്രേക്ക് തരൂ എന്നാണോ? അല്ല. അതായത് നമ്മളിപ്പോൾ ആരെങ്കിലും ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലും ശല്യപ്പെടുത്താൻ നമ്മൾ പറയല്ലേ, ലീവ് മീ അലോൺ, എന്നൊന്ന് വെറുതെ വിട്, എനിക്ക് കുറച്ച് സമാധാനം തരൂ എന്നൊക്കെ നമ്മൾ ചോദിക്കുമല്ലേ. അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എക്സ്പ്രഷനാണ് ഗിവ് മി എ ബ്രേക്ക്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങളത് യൂസ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമ്മുടെ തേർഡ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ടേക്ക് മൈ വേർഡ് ഫോർ ഇറ്റ്. നിങ്ങളിതിന് മുന്നേ കേട്ടിട്ടുണ്ടോ? ടേക്ക് മൈ വേർഡ് ഫോർ ഇറ്റ്. വേറൊന്നുമല്ല, അതായത് എന്നെ വിശ്വസിക്കൂ, ഞാൻ പറയണ കേക്ക്, ഞാൻ ഗ്യാരണ്ടിയാണ്, അതങ്ങനെയുള്ളതാണ്. ട്രസ്റ്റ് മീ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ട്രസ്റ്റ് മീ, ബിലീവ് മീ എന്നൊക്കെ നമ്മൾ കാഷ്വലായിട്ട് പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ഫോമാണ് ടേക്ക് മൈ വേർഡ് ഫോർ ഇറ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആരെങ്കിലും ഇനി ഒന്ന് പറയുമ്പോൾ എനിക്കറിയാമെന്നേ, അതുള്ളതാണ്, എന്നെ വിശ്വസിക്കൂ, ആ കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി എന്നൊക്കെ പറയുന്നതിന് പകരം നിങ്ങൾക്ക് പറയാം ടേക്ക് മൈ വേർഡ് ഫോർ ഇറ്റ്. ഓക്കെ, നെക്സ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇറ്റ് റിങ്സ് എ ബെൽ. ഇറ്റ് റിങ്സ് എ ബെൽ എന്ന് വെച്ചാൽ എന്താണ്? ബെല്ലടിക്കുക അങ്ങനെ എന്തെങ്കിലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്? അല്ല. ഇറ്റ് റിങ്സ് എ ബെൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് സൗണ്ട്സ് ഫെമിലിയർ. എവിടെയോ കേട്ട് നല്ല പരിചയമുണ്ടല്ലോ, എവിടെയോ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ. ഈ എക്സ്പ്രഷൻ മലയാളത്തിൽ നമ്മൾ മിക്കപ്പോഴും യൂസ് ചെയ്യാറുള്ളതാണല്ലേ. അപ്പോൾ ഇതിൻ്റെ ഈക്വലൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ള എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് സൗണ്ട്സ് ഫെമിലിയർ ടു മീ, എനിക്കത് എവിടെയോ കണ്ട് പരിചയമുണ്ട്, എനിക്കതറിയാം എന്നൊക്കെയാണല്ലേ. അപ്പോൾ ഇതിന് പകരം നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പറയാം ഇറ്റ് റിങ്സ് എ ബെൽ. ഇറ്റ് റിങ്സ് എ ബെൽ. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് എക്സ്പ്രഷനിലേക്ക് നമുക്ക് പോകാം. നെക്സ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് കീപ് മീ പോസ്റ്റഡ്. നിങ്ങൾ മിക്കപ്പോഴും കേട്ടിട്ടുണ്ടാവും തന്നെയാണ് എൻ്റെ ഒരു ധാരണ. കീപ് മീ പോസ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീപ് മീ അപ്ഡേറ്റഡിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷനാണ് കീപ് മീ അപ്ഡേറ്റഡ്. അപ്പോൾ ഈ കീപ് മീ അപ്ഡേറ്റഡ് നിങ്ങൾക്ക് എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് അറിയാമല്ലോ. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാമിനെ പറ്റി എന്തെങ്കിലും ഇവൻറ്റിനെ പറ്റി നമുക്ക് ഉള്ള ഡീറ്റെയിൽസൊക്കെ അപ്പോൾ നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ ആരെങ്കിലും പറഞ്ഞ് ഏൽപ്പിക്കുമല്ലേ, കീപ് മീ അപ്ഡേറ്റഡ് ഓൺ ദിസ്, കീപ് മീ പോസ്റ്റഡ് ഓൺ ദിസ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഉടനെ അറിയിച്ചോളണം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ കീപ് മീ അപ്ഡേറ്റഡ് യൂസ് ചെയ്യുന്നതിന് പകരം നമുക്ക് കീപ് മീ പോസ്റ്റഡ് യൂസ് ചെയ്യാം. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുവിധം അറിയാവുന്നതൊക്കെ തന്നെയായിരിക്കും. ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം വന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി വലിയൊരു ഐഡിയ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്തെന്ന് പറയാം, ഒരു ഐഡിയ ഇല്ല കേട്ടോ, എനിക്കതിനെപ്പറ്റി ഒരു അറിവുമില്ല. നമ്മൾ ഇംഗ്ലീഷിലാണെങ്കിൽ പറയും നോ ഐഡിയ എന്ന് പറയുമല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ഫോമായിട്ട് നമുക്ക് നോ ക്ലൂ എന്നും പറയാൻ പറ്റും. അപ്പോൾ ആരെങ്കിലും ഫ്രണ്ട്സ് ആരെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ആ കാര്യത്തെ പറ്റി നമ്മളോട് എന്തെങ്കിലും ചോദിക്കാൻ വരുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലെങ്കിൽ നമുക്ക് പറയാം ഐ ഹാവ് നോ ക്ലൂ ഓൺ ദാറ്റ്, ഐ ഹാവ് നോ ക്ലൂ ഓൺ ദാറ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഐ ആം ഇൻ. ഐ ആം ഇൻ, അതെന്താണ് അതിൻ്റെ അർത്ഥം? ഞാൻ ഉള്ളിലാണെന്നാണോ? അല്ല, ഞാനും ഉണ്ട് എന്ന് നമ്മൾ പറയാറില്ലേ. ആരെങ്കിലും എന്തെങ്കിലും കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ കാര്യമോ ഒരു ട്രിപ്പിൻ്റെ കാര്യമോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുന്ന കാര്യമോ പറയുമെങ്കിൽ നിങ്ങളുടെ അടുത്തൊന്നും ചോദിക്കുന്നില്ല, നിങ്ങളവിടെ സംസാരിക്കുന്നത് കേട്ടു, എന്നാൽ ഞാനുണ്ട് കേട്ടോ, എന്നെയും കൂടി കൂട്ടട്ടോ, ഞാനും ഉണ്ട്, ഞാനും വരാം എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ പറയാറുള്ളത് കൗണ്ട് മീ ഇൻ എന്നാണ്. കൗണ്ട് മീ ഇൻ. അപ്പോൾ കൗണ്ട് മീ ഇൻ എന്ന് എപ്പോഴും പറയുന്നതിന് വരെ നമുക്ക് വളരെ ഷോർട്ടായിട്ടും അഡ്വാൻസ്ഡ് ആയിട്ടും കാഷ്വലായിട്ടും സ്റ്റൈലായിട്ടും നമുക്ക് ഐ എം ഇൻ എന്ന് പറയാം. ഓക്കെ, ഐ എം ഇൻ. സോ നെക്സ്റ്റ് ടൈം ഞാനുണ്ട് എന്ന് പറയുന്നതിന് വരെ ഐ എം ഇൻ എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഫൈനൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഗിവ് ഇറ്റ് എ ഷോട്ട്. ഓക്കെ, ഗിവ് ഇറ്റ് എ ഷോട്ട്. എന്താ ഇതിൻ്റെ മീനിങ്? ഗിവ് ഇറ്റ് എ ഷോട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്
ടു ട്രൈ ഓർ അറ്റംപ്റ്റ് സംതിങ് എന്നാണ്. എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ളൊരു എഫേർട്ട് എടുക്കുന്നതിനെയാണ് ടു ഗിവ് ഇറ്റ് എ ഷോട്ട് എന്ന് പറയുക. ഓക്കെ, ഇപ്പം നമ്മുടെ ഒരു ഫ്രണ്ട് ഒരു എക്സാം എഴുതാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യാണ്. അപ്പോൾ പുള്ളിക്ക് ഭയങ്കര ഡൗട്ടാണ്, എഴുതണോ വേണ്ടയോ, അത് ചെയ്യണോ വേണ്ടയോ, അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ നിങ്ങൾ ചെന്നിട്ട് പറയാണ് ഡോണ്ട് വറി മാൻ, ഗിവ് ഇറ്റ് എ ഷോട്ട്. തോറ്റാലും തോറ്റില്ലെങ്കിലും തോറ്റാലും ജയിച്ചാലും ഗിവ് ഇറ്റ് എ ഷോട്ട്, ജസ്റ്റ് ഗിവ് ഇറ്റ് എ ട്രൈ ഓർ അറ്റംപ്റ്റ് ഇറ്റ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ടൈം ട്രൈ ഓർ അറ്റംപ്റ്റ് ഇറ്റ് എന്ന് പറയുന്നതിന് പകരം ഗിവ് ഇറ്റ് എ ഷോട്ട് എന്ന് പറയാം. സോ നമ്മൾ ഇന്നിവിടെ കുറച്ച് കാഷ്വൽ ഇംഗ്ലീഷ് എക്സ്പ്രഷൻസിൻ്റെ അഡ്വാൻസ്ഡ് വേർഷൻ ആണ് പഠിച്ചത്. അപ്പോൾ ഇനി നിങ്ങളുടെ ഡെയിലി കോൺവെർസേഷനിൽ നിങ്ങൾ ഇത് യൂസ് ചെയ്യാൻ മറക്കരുത്. സോ നെക്സ്റ്റ് ടൈം I'll join you with another interesting video. Till then, Sreshma signing off. Thank you.